നമസ്കാരം ഗൈസ്. അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ ബറാത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെറുക്കനും പാർട്ടിയെല്ലാം കൂടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എൻട്രി സെറ്റ് ചെയ്യുകയാണേ. ഇതാണ് നമ്മുടെ അൽവ ജേസ സുന്ദർ ഗോഡ. ഓടും കുതിര ചാടും കുതിര സിനിമയിലെ കുതിരയെ പോലെ നമ്മളൊരു വെള്ള കുതിരയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊന്നാടിയൊക്കെ അണിയിപ്പിച്ചിട്ട്. അപ്പോൾ ഇതിൽ കയറിയാണ് ചെക്കൻ റോഡ് വരെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 മിനിറ്റത്തേക്ക് 14,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ തോലും വികട്ടും മേളമൊക്കെ ആയിട്ട് ചെറുക്കൻ റെഡിയാണ്. ചെറുക്കൻ്റെ പഗ്ഗും, അതായത് പകിടിയും വാളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ള ബോയ്സ് ഗ്യാങ് എല്ലാം ചുറ്റും നിന്ന് അങ്ങനെയാണ് ചെറുക്കൻ്റെ എൻട്രി. നിങ്ങളെല്ലാവരും തലയിൽ പകടി കെട്ടണം നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് പകടി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടുന്ന് വലിഞ്ഞു. അങ്ങനെ ചെറുക്കൻ്റെ മുഖം മൂടി നോട്ടുമാലയായിട്ട് പയ്യെ കുതിരയുടെ പുറത്ത് കയറ്റി. അപ്പോൾ വീട് തൊട്ട് റോഡ് വരെ ഏകദേശം ഒരു 200-250 മീറ്റർ ഉണ്ട്. അപ്പോൾ 250 മീറ്റർ നമ്മൾ ഈ കുതിരപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഡാൻസും പാട്ടും കുത്തും മേളമാണ്. പള്ളിപ്പെരുന്നാൾ കാണുന്ന പോലെ കുടയൊക്കെ ഉണ്ട്. അങ്ങനെ മെയിൻ റോഡിലെത്തി. ഇവിടുന്ന് കാറിനാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ കുതിരപ്പുറത്ത് കയറി ചെക്കനും ഇവിടെ എത്തി. ബാക്കി നമ്മൾ നാട്ടുകാരും ഇങ്ങനെ ഡോലും ബാജുമായിട്ട് നമ്മൾ ഭയങ്കര ആഘോഷമായിട്ട് റോഡ് വരെ എത്തി. ജമ്മു സിറ്റിയിൽ നിന്ന് കട്ടുവിലേക്ക് പോകുന്ന വഴിയുള്ള വിജയ്പൂരിലാണ് ഈ സ്ഥലം. ഇവിടെ നിന്ന് എല്ലാവരും കാറിൽ പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരും. പെണ്ണിൻ്റെ വീട് വരുന്ന കട്ടുവലാണ്. 35 കിലോമീറ്റർ സഞ്ചരിച്ച് 1 മണിക്കൂറിന് ശേഷം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. ഇത് പെണ്ണിൻ്റെ വീടല്ല, ഒരു റിസോർട്ടിൽ ബറാത്തിൻ്റെ പരിപാടിക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെറുക്കനെ ഈ സാലികൾ, അതായത് നാത്തുന്മാർ ടീമെല്ലാം കൂടെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു നാടമുറിച്ച് ആണ് പരിപാടി. ആരത്തിയൊക്കെ ചെയ്തതിന് ശേഷം ഈ നാടമുറി ചടങ്ങ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന നാത്തൂന്മാർ ടീമാണ്. ഇവിടെ സാലി എന്നാണ് ഹിന്ദി പറയുന്നത്. അതിനുശേഷം ചെക്കൻ്റെ വീട്ടുകാരുടെ വക പാട്ടും കുത്തുമുണ്ട്. അപ്പോൾ ഫുള്ള് ഡോലും ബാജുമായിട്ട് നമ്മൾ വീണ്ടും ഡാൻസ്. ഇത് തന്നെ മെയിൻ സ്ഥിരം പരിപാടി. അതിൻ്റെ ഒപ്പം തന്നെ പൈസ ഇങ്ങനെ തലയും കറക്കി വീശി എറിയുന്നുണ്ട് നമ്മുടെ ഗുഡിയാ ദീദി. ഇതെല്ലാം ഒരു ട്രഡീഷൻ്റെ ഭാഗമാട്ടോ. എനിക്ക് പക്ഷേ ഇന്ത്യൻ റുപ്പി ഒരു എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെതിരെയാണ്. ബട്ട് സ്റ്റിൽ കൾച്ചർ ഇസ് കൾച്ചർ. നമ്മുടെ ചെക്കൻ്റെ ഫാമിലി മൊത്തം ഇപ്പോൾ സ്റ്റേജിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ചെറിയൊരു ഫംഗ്ഷനുണ്ട്, ജപമാല എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറുക്കനൊരു ഹാരം അങ്ങോട്ട് അണിയിക്കുന്നു, പെണ്ണൊരു ഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, കല്യാണം ഓവർനൈറ്റ് പരിപാടിയാണ് ബറാത്ത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബറാത്തോട് ബന്ധപ്പെട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ നടത്തുന്ന ആഘോഷ പ്രകടനങ്ങളാണ്. ഹാർമാല അണിയിക്കുന്ന സെറിമണി കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ചെറുക്കനും പെണ്ണും ഒരു പാഴ്സലി ഒരുമിച്ചായി. അപ്പോൾ അവർ ഇപ്പോൾ ഒരു കപ്പിൾ ഡാൻസ് നടത്തുന്നുണ്ട് DJ ഫ്ലോറിൽ. അപ്പോൾ അവരുണ്ട്, അതുപോലെ തന്നെ വേറെ 2 കപ്പിൾസും അവർ കപ്പിൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 3 പാട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം പിന്നെ ഫാമിലിയോടെയും ചേർത്തിട്ടുണ്ട്. ഫുള്ളും ബാക്ക്ഗ്രൗണ്ട് മൂഡ്, നാട്ടുകാരെല്ലാവരും ഇറങ്ങി ഒരേ വൈബ്. ഈ ഫംഗ്ഷനിൽ നടക്കുന്ന റിസപ്ഷൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒതുങ്ങി കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായി. അപ്പം നൈസായിട്ട് നമുക്കിവിടെ വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷേ ലൈറ്റിങ്ങിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഓരോ മാനിക്യൂർ ആയാലും ഫ്ലവേഴ്സ് ആയാലും എല്ലാ രീതിയിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിസപ്ഷൻ വരുന്നത്. ഇതൊരു റിസോർട്ടാണ് കട്ടുവലുള്ള, ജമ്മുവിലുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മേളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഓക്കെ, ബൈ.